മെട്രോ റെയിലും മെട്രോ ട്രെയിനും ഇന്ത്യയിൽ എല്ലാവർക്കും ഇന്ന് സുപരിചിതമാണ്. കൊച്ചിയിൽ വാട്ടർ മെട്രോയുമുണ്ട്. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് രാജ്യത്തെ പുതിയൊരു മെട്രോ റെയിൽ ഗതാഗത സംവിധാനമാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ. ഫൗറ മുതൽ എസ്പ്ലനേഡ് വരെയുള്ള അണ്ടർ വാട്ടർ പാതയിലാണ് സർവീസ് ആരംഭിച്ചത്. ഹൂഗ്ലി നദിയിൽ വെള്ളത്തിനടിയിലൂടെ നിർമ്മിച്ച തുരങ്കത്തിലൂടെ തിരക്കുകളില്ലാതെ കുതിച്ചുപായും ഇനി ഈ മെട്രോ ട്രെയിനും. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്തു. പശ്ചാത്തല വികസന രംഗത്ത് ഇന്ത്യ വലിയ കുതിപ്പാണ് നടത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അണ്ടർ വാട്ടർ മെട്രോ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നദിയിലെ വെള്ളത്തിന് താഴെക്കൂടി തുരങ്കത്തിലൂടെ പോകുന്ന മെട്രോ റെയിൽ, അതാണ് അണ്ടർ വാട്ടർ മെട്രോ. 4965 കോടി മുടക്കിയാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാത യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സെക്ടർ 5 മുതൽ ഫൗറ മൈതാൻ വരെയുള്ള 16.6 കിലോമീറ്റർ നീളുന്ന ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൽ 4.8 കിലോമീറ്ററാണ് വെള്ളത്തിനടിയിലൂടെയുള്ള പാത. ബാക്കി നിർമ്മാണം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കും. ഹൂഗ്ലി നദിക്ക് 2 കരകളെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയിൽ 3 റെയിൽവേ സ്റ്റേഷനുകൾ വെള്ളത്തിനടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 8575 കോടി രൂപ മുടക്കിയായിരുന്നു ഇവയുടെ നിർമ്മാണം. ഫൗറ മൈതാൻ, ഫൗറ സ്റ്റേഷൻ കോംപ്ലക്സ്, BBD ബാഗ് എന്നിവയാണ് ഇവ. കൊൽക്കത്തയിലെ ഗതാഗതക്കുരുക്കിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വഴിയൊരുങ്ങിയതോടെ കൂടുതൽ പേർ അണ്ടർ വാട്ടർ മെട്രോ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുമ്പോൾ വെള്ളത്തിനടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെ ഫൗറ മുതൽ ഫൂൾബാഗൻ വരെ 10.8 കിലോമീറ്ററാണ് മെട്രോ സഞ്ചരിക്കുക. ബാക്കി 5.8 കിലോമീറ്റർ ഒരു എലിവേറ്റഡ് കോറിഡോർ ആയിരിക്കും. പാതയിലാകെ 12 സ്റ്റേഷനുകൾ ഉണ്ടാകും. 5 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്, കൂടിയത് 50 രൂപയും. 5 രൂപയ്ക്ക് 2 കിലോമീറ്റർ യാത്ര ചെയ്യാനാകും. ദൂരമനുസരിച്ചാണ് ബാക്കി നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പരമാവധി 80 കിലോമീറ്റർ വേഗത്തിലാണ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് നടത്തുക. ദിവസം 7 ലക്ഷത്തോളം യാത്രക്കാർ സഞ്ചരിക്കുമെന്നാണ് കൊൽക്കത്ത മെട്രോ റെയിൽവേയുടെ പ്രതീക്ഷ. ഇനി 2 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോഴേ പാത പൂർണ്ണമാകൂ. 6.1 മീറ്റർ വ്യാസത്തിലാണ് പാത കടന്നുപോകുന്ന തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലൈ ആഷും മൈക്രോ സിലിക്ക അടിസ്ഥാനമാക്കിയുള്ള കോൺക്രീറ്റ് മിശ്രിതവും ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിച്ചത്. ഉൾവശത്തെ ഭിത്തി M50 ഗ്രേഡ് എൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സെഗ്മെന്റുകൾ ഉപയോഗിച്ചാണ് തീർത്തത്. 275 മില്ലിമീറ്ററാണ് ഓരോ സെഗ്മെന്റിന്റെയും കനം. ഇവ ഓരോന്നും ഇൻട്രിക്കേറ്റ് ഗ്രൗട്ടിംഗ് ടെക്നിക്കിലൂടെ സിമന്റ് ഉപയോഗിച്ച് 3 അടരുകളായാണ് ഉറപ്പിച്ചു നിർത്തുന്നത്. റെയിൽ യാത്രയ്ക്കായി അണ്ടർ വാട്ടർ ടണൽ എന്ന ആശയം 100 വർഷം മുൻപുണ്ടായതാണ്. ബംഗാളിൽ ജനിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഹാർലി ഡാൽറൈംബിൾ ബേയുടെ മനസ്സിലുദിച്ച ആശയം. കൊൽക്കത്തയിൽ നിന്ന് ഹൗറ വരെ വെള്ളത്തിനടിയിലൂടെ റെയിൽപാത സ്ഥാപിക്കാമെന്ന് അന്നേ ഹേ കണ്ടെത്തിയിരുന്നതായി BBC ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 10 സ്റ്റോപ്പുകൾ പാതയിലാകാമെന്നും അന്ന് തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഒപ്പം സാങ്കേതികമായ ആശങ്കകളും വിലങ്ങുതടിയായതായി ചരിത്രരേഖകളെ ഉദ്ധരിച്ച് IIM കൽക്കട്ടയിലെ അസോസിയേറ്റ് പ്രൊഫസർ അലോക് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഹേയുടെ ആശയത്തിലെ റെയിൽപാത യാഥാർത്ഥ്യമായില്ലെങ്കിലും അതേ മാതൃകയിൽ ഒരു പവർ കേബിൾ സ്ഥാപിക്കാനായി. 1928 കൊൽക്കത്ത നഗരത്തിലെ പവർ സപ്ലൈ ഏജൻസിയായ CESC ഇങ്ങനെ ഹൂഗ്ലി നദിയിലെ വെള്ളത്തിന് താഴെ കേബിൾ വലിച്ചത്. 1931 ഈ പദ്ധതി യാഥാർത്ഥ്യമായി. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനവും കൊൽക്കത്തയിലായിരുന്നു.